ഇപ്പോൾ ദുബായിയുടെ 2 ലൈഫും കണ്ടൊരു വ്യക്തിയാണ് സൂരജ് അല്ലേ. ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബെഡ് സ്പേസിൽ വെറും 500 ദിറത്തിന് മാസം അങ്ങനെ ബെഡ് സ്പേസിൽ നിന്ന് ഷെയറിങ് സ്പേസിൽ നിന്ന് ദുബായിയുടെ ആ ഒരു ഫേസും കണ്ടു. ഇന്നിപ്പോൾ ലാവിഷായിട്ട് ദുബായിൽ ജീവിക്കുന്നൊരു വ്യക്തി. അപ്പോൾ ദുബായിലേക്ക് ഇന്നും ഈ പല പല മോഹങ്ങളായിട്ട് അങ്ങോട്ട് ഫ്ലൈറ്റിലേക്ക് കയറുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സും ഉണ്ട്. ഇവരോടൊക്കെ പറയാനുള്ള ഒരു സ്വന്തം അനുഭവത്തിൽ നിന്നും മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അവരോട് പറയാനുള്ളത്? ദുബായിൽ പ്രത്യേകിച്ച് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സ് മടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഈ കാണുന്ന ആഷ്പോഷൊക്കെ ഉണ്ടാവും. നമ്മൾ എന്തായാലും കയറി വരുന്നത് ഒരു സാധാരണക്കാരൻ പയ്യനാണെങ്കിൽ അവൻ ഈ ബെഡ് സ്പേസ് വഴിയല്ലാതെ കയറി പോവില്ല ദുബായിൽ. അത് എത്ര വലിയ ഇവിടുത്തെ കൊമ്പനാണെന്ന് പറഞ്ഞാലും അവിടെ വന്നു കഴിയുമ്പോൾ അവൻ ബെഡ് സ്പേസിൽ നിന്നേ പറ്റൂ, അങ്ങനെ തുടങ്ങും. അപ്പോൾ ഇവിടുത്തെ അമ്മയുടെ ചോറും ഇവിടുത്തെ വലിയ വീടൊക്കെ ആയിരിക്കും, സംഭവമൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെ പോയി കഴിയുമ്പോൾ ഈ 10-15 പേരുടെ കൂടെ കഴിയുന്ന സമയത്ത് നമുക്ക് ജീവിതം തന്നെ മടുക്കും എന്നൊക്കെ ഒരു തോന്നൽ വരും. ഒരിക്കലും കൈവിടാതിരിക്കുക മനസ്സ്. എൻ്റെ ദൈവമേ, ഞാൻ എന്തിനാ ഇവിടെ വന്ന് കടം കൂട്ടാനാണോ എന്നൊക്കെ തോന്നും. പിന്നെ അതുപോലെ നമുക്കുണ്ടായ ഒരു ഇൻസൾട്ട്, അതായത് നിന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന് പറഞ്ഞെടുത്ത് എന്നാൽ പിന്നെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ മൈൻഡ് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ കയറിപ്പോകുന്നത്. സോ ആ ഒരു മെൻറ്റാലിറ്റി വയ്ക്കുക. നമുക്ക് മറ്റേ ഒരു സിനിമയിൽ ഇന്നസെൻ്റ് ഏട്ടൻ പറയുന്നുണ്ട്, നമുക്ക് ചില റിവെഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിൽ വെച്ച് ചിരിച്ച് ഇരിക്കുക എന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ. അത് നമുക്കൊന്നും ആരെ പോയി ഇടിക്കാനോ ഒന്നുമില്ല. നമ്മുടെ ഉള്ളിൽ അത് വെക്കുക, നമ്മൾ ചെയ്ത് കാണിക്കുക. ലൈക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ അതിനൊരു സക്സസ് ആക്കി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഡോണ്ട് ഗിവ് അപ്പ്, അതാണ് മെയിൻലി എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് എളുപ്പമാണ് വിട്ടു പോകാൻ. തിരിച്ചൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നു, വീട്ടിൽ പോകുന്നു, ഇവിടെ വേറെ എന്തോ പണിയെടുക്കുന്നു, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ മെയിൻലി പറയുകയാണെങ്കിൽ ദുബായിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മിനിമം 1.5 years പ്രോപ്പർലി കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉയരാൻ പറ്റും.